Udara Duragasia, Shandarabe, Kalabaragade, Udara Duragasia, Daddy, Heavenly Father, the mighty name of Jesus Christ. Daddy, we come to your presence, Daddy. Thank you, Jesus, for this Rehoboth supernatural miracle Google Prayer meeting. Apang is Tudikin the Daddy. Oh, Rico, Rasi, Kamara, the Kerebe, Daraleko, Elohino, Ekowa, Elohi, God. Oh, God, we praise you. Thank you, Jesus, Daddy. Oh, Alpha and Omega, we praise you. The beginning and the end, we praise you. Thank you, Jesus. The first and the last, we praise you. Thank you, Jesus. Hallelujah. Oh, the fairest Lord, the most upright God, Son of righteousness, righteousness judge, we praise you. Thank you, Jesus, Daddy. You are our refuge. You are our shield. You are our fortress. You are our stronghold. We praise you. Thank you, Jesus. Rock of ages. Hallelujah. The bright and the morning star, we praise you, Papa. The chief shepherd, we praise you. Thank you, Jesus. Hallelujah. Oh, Rabba, Shakalaba, Rikalaba, Ritaralaba. Thank you, Jesus, that you bore our infirmities and bore our sickness on the cross, Daddy. Oh, Rikalabra, Siandaralaba, Shandaralaba. Thank you, Jesus, for hallelujah, everything for making us your children, Daddy. Thank you, Jesus, for the blood shed on the cross. We praise you, Papa. Hallelujah. You are our Redeemer. You are our helper, Daddy. You are our hope. We praise you. Thank you, Jesus. Hallelujah. Appa, nalla ratrikkayi ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്നപ്പോൾ അങ്ങ് തന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ പ്രവാചകനെ ഹല്ലേലൂയ ശക്തമായി ഇന്ന് രാത്രി കർത്താവ് എടുത്ത് ഉപയോഗിക്കുമാറാകണ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങളിലൂടെ സംസാരിക്കണമേ കർത്താവേ. ദൈവശബ്ദം ഇന്ന് രാത്രി കേൾക്കുവാൻ സ്വർഗ്ഗ ഇടയാക്കണമേ കർത്താവിന്റെ ശബ്ദം ഇവിടെ ഹല്ലേലൂയ മുഴങ്ങുവാൻ തടസ്സമായി നിൽക്കുന്ന സകല തടസ്സങ്ങളെ in the mighty name of Jesus Christ we cancel it. Rimara shakalaba rika, let the Holy Spirit take control over this meeting. Hallelujah. Oh, rimala brasiko rasikala brasia. അടിയനെ കുഞ്ഞിനെ തിരക്താ മറിക്കുന്നു അപ്പ. എല്ലാ ഡിവൈസസിലുള്ളവരെയും തിരക്താ മറിക്കുന്നു അപ്പ. ഹല്ലേലൂയ. റീമാല അഭിഷക്തനെ കുടുംബത്തെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റീകാലാസിയ, we are in the end of this year, Daddy. ഓ റീകാലാബ്രാസിയ, അത്ഭുതകരമായി ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ. ഇനി ചില ദിവസങ്ങൾ മാത്രം ഹല്ലേലൂയ 2025 നിൽക്കുന്നല്ലോ. ഇനിയും അനേകം വാഗ്ദത്തങ്ങൾ ഈ വർഷം ഞങ്ങളിൽ നിറവേറാനുള്ളത് ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിറവേറാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. അപ്പന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്ന് ഈ ദിവസങ്ങളിൽ ജീവൻ പ്രാപിക്കട്ടെ. വഴികൾ തുറന്നു വരട്ടെ കർത്താവേ. ഞങ്ങളുമായി അപ്പൻ കണക്ട് ചെയ്യുന്ന ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് വേഗം കണക്റ്റഡ് ആകട്ടെ കർത്താവേ. ഓ, ഈ റഹബത്ത് ഗ്രൂപ്പിലെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇത്രത്തോളം ആളുകളായി സഹായിച്ചല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ സ്തോത്രം ചെയ്യുന്നു. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ യാചനയെ അപ്പച്ചുകിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്നവരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മുടെ മീറ്റിംഗ് 8 മണിക്ക് ആക്കി പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. നമുക്ക് ആദ്യം ദൈവത്തെ പാടി സ്തുതിച്ചിട്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് തന്ന ദൂതിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരെ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വിശുദ്ധരെ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനേ,
നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന് തൈലം പോൽ നിന്നാമം ആരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദോഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിദോഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമികെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചും കണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ. എന്റെ വേലയെ തികച്ചും കണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം തികച്ചിടുവാൻ ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും അർപ്പിച്ചിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട് ദൈവമക്കളെ. ആ ഹല്ലേലൂയ തിരുഹിതം നിവർത്തിക്കാനത്രേ നമ്മൾ ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ആയിരിക്കുന്നത്. നമുക്ക് വേഗം വചനത്തിലേക്ക് കടക്കാം. മെസ്സേജ് കുറച്ച് ലോങ് ആണ്, അതെനിക്ക് സമയത്ത് നിർത്തുകയും വേണം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ജഡ്ജസ് ന്യായാധിപന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് ഞാൻ വേഗം വായിക്കാം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഹല്ലേലൂയ. ഓ റിക്കോ റസിഖാലാബ്രാസ്യ. ഓ നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗിദെയോനോട് സ്വർഗത്തിലെ കർത്താവ് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഗിദെയോന് ചെറിയ പേടിയുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഒരു യുദ്ധക്കളത്തിലാണ്. ഹല്ലേലൂയ. ഇനി ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ഭടന്മാരും സോൾജേഴ്സ് ആണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവിനെ റെപ്രസെന്റ് ചെയ്ത് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അംബാസഡേഴ്സ് ആണ്. ഉദാലക സന്ദർഭേ ഉദാലക തികസ്യ. അപ്പൊ ഗിദെയോനെ കർത്താവ് വിളിച്ച ഒരു വിളിയുണ്ട്. എന്താന്ന് വെച്ചാ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. ആരോടുള്ള യുദ്ധത്തിനാണ്? ഹല്ലേലൂയ. മിദ്യാന്യരെ തോൽപ്പിക്കാൻ ഉദാലക സന്ദർഭം മിദ്യാന്യരെ തോൽപ്പിക്കാൻ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ചതാണ് ഗിദെയോനെ സ്വർഗത്തിലെ കർത്താവ്. കർത്താവിന് അറിയാമായിരുന്നു ഗിദെയോൻ ഒരു പേടിത്തൊണ്ടനാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ വായിച്ചത്. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ ഹല്ലേലൂയ. അപ്പം കർത്താവിന് മനസ്സിലായി ഗിദെയോന് പേടിയുണ്ട്. ഹല്ലേലൂയ. ഓ റികാരാബ്രാസ്യ. കർത്താവ് ഗിദെയോനെ വിളിച്ച ഒരു വിളി നോക്കിക്കേ ദൈവമക്കളെ.
മൈറ്റി വാരിയർ, പരാക്രമശാലി എന്നാണ് വിളിച്ചത്. ഹല്ലേലൂയ. നമ്മളൊരു ആത്മീയ ഗോളത്തിലാണെങ്കിൽ, നമ്മളൊരു എന്താ പറയാ, നമ്മുടെ ഒരു കാറ്റഗറി സൊസൈറ്റിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേടിത്തൊണ്ടാന്നായിരിക്കും ഗിദെയോനെ വിളിക്കണേ അല്ലേ? പക്ഷെ കർത്താവ് അവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ, മൈറ്റി വാരിയർ, നീ ഒരു പരാക്രമശാലിയാണ്. ഹല്ലേലൂയ. അവന്റെ പേടിയോ അവന്റെ വീക്ക്നെസ്സോ ഒന്നും നോക്കാതെ അവന്റെ ഡെസ്റ്റിനി എന്താണെന്ന് സ്വർഗത്തിലെ കർത്താവിന് അറിയാമായിരുന്നു. ആ ഡെസ്റ്റിനിയാണ് ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റികാലാബ്രാസികോ റസികാലാബ്രാസ്യ റിമാലാബാസ്യ. ഹീബ്രു വേർഡ് ഇങ്ങനെയാണ്, സ്ട്രോങ് വൺ, ചാമ്പ്യൻ, ഹീറോ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഹീബ്രു വേർഡ് ഇങ്ങനെയാണ്, ഗിബോർ ഖൈൽ. ഗിബോർ ഖൈൽ എന്ന് പറഞ്ഞ സ്ട്രെങ്ത്, അവന്റെ എക്സലൻസ്, ഹീസ് എ മൈറ്റി ആർമി എന്നാണ് ഗിദെയോനെ കർത്താവ് വിളിക്കുന്നത്. ഹീറോ ഓഫ് സ്ട്രെങ്ത്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ അങ്ങനെ വിളിക്കുവോ? ഉദാലക സന്ദർഭേ, നമ്മുടെ ഇന്ന് കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും എന്തായി തീരുമെന്നുള്ള ഡെസ്റ്റിനി സ്വർഗത്തിലെ കർത്താവിന് അറിയാം ദൈവമക്കളെ. ഉദാലക സന്ദർഭേ റിക്കോറവ സന്ദർഭ. നമ്മുടെ കർത്താവിന് he knows the end from the very beginning, because he is a God, is Alpha and Omega. ഉഡാലാബ ശാകാലാബ. ഗിദെയോൻ പേടിയായിരുന്നു. കാരണം ഹല്ലേലൂയ, അവന് ഇത്രയും വലിയ ശത്രുവിന്റെ സൈന്യം വലിയൊരു സൈന്യമാണ്. അവിടെ അവന് പോയി ജയിക്കാൻ പറ്റുമെന്നുള്ള 1% പോലും അവന് ഹല്ലേലൂയ ഒരു ധൈര്യമില്ലായിരുന്നു. അതിൽ അവന് അൺവർത്തിയായിട്ട് തോന്നി. ദൈവത്തിന്റെ കോളിങ്ങില് ഹല്ലേലൂയ, കർത്താവേ ഇത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, ഗിദെയോനെ നീ ഒരു പരാക്രമശാലിയാണ്. ഹല്ലേലൂയ. നമ്മളോട് ഓരോരുത്തരോട് സ്വർഗത്തിലെ കർത്താവ് സംസാരിക്കുന്നത് അങ്ങനെയാണ്. God speaks to us according to our എന്താണ് ദൈവത്തിന്റെ പർപ്പസ്. നമ്മുടെ വീക്ക്നെസ്സോ നമ്മുടെ എന്താ പറയുക ശക്തി ഇല്ലായ്മയോ നമ്മുടെ കുറവുകളെ അല്ല സ്വർഗത്തിലെ കർത്താവ് കാണുന്നത്. ഗിദെയോന്റെ ഉള്ളിലുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റി സ്വർഗത്തിലെ കർത്താവ് കണ്ടു. ഹല്ലേലൂയ. ഗിദെയോന്റെ ഉള്ളിലുള്ള ഹല്ലേലൂയ ഡെലിവററിനെ കർത്താവ് കണ്ടു. അവന്റെ ഉള്ളിലുള്ള ആ താലവ ശന്തരവെ മൈറ്റി വാരിയറിനെ ദൈവം കണ്ടു. ഹല്ലേലൂയ. ഓ റിക്കോ റസികാലാബ്രാസ്യാന്തരാരവ ശന്തരവെ. ദൈവം ഗിദെയോനെ വിളിച്ചപ്പോൾ തന്നെ ആ കോളിങ്ങിന് അകത്ത് അവന് വേണ്ടതെല്ലാം കർത്താവ് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവനോട് പറഞ്ഞു, യാഹ്വേ ഈസ് വിത്ത് യു, ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ ഗിദെയോനെ ഒരു പരാക്രമശാലി ആക്കി തീർത്തത് എന്താണ് ദൈവമക്കളെ? ഗിദെയോന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഓ റിക്കോ റസികാലാബ്രാസ്യാന്തരാരവ ശന്തരവ. ക്രിസ്തുവിൽ നമ്മളെ നോക്കി സ്വർഗത്തിലെ കർത്താവ് വിളിക്കുന്നത് അതാണ്, മൈറ്റി വാരിയേഴ്സ്. വി ആർ ഓവർകമേഴ്സ്, വി ആർ വിക്ടോറിയസ്. നമ്മൾ ജയാളികളാണ്, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ചോസൻ വൺ ആണ്. ഹല്ലേലൂയ. നമുക്ക് തോന്നും നമുക്ക് ശക്തിയില്ല. പലപ്പോഴും പല പ്രതികൂല കാഴ്ചകളും നമുക്കെതിരെ അടിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എനിക്ക് ശക്തിയില്ല. ഹോപ്പ് ഓഫ് ദ ഗ്ലോറി. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് ഒരു യുദ്ധവും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ എബിലിറ്റി കൊണ്ടോ നമ്മുടെ ലോകപരമായിട്ടുള്ള ഒരായുധം കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. ഓ റികാലാബ്രാസ്യ. നമ്മുടെ ഫൈറ്റിംഗ് ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് a flesh. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ഡാർക്ക് പവേഴ്സിന് അഗൈൻസ്റ്റ് ആണ്. ഓ റിക്കോ റസ്യ. ദൈവങ്ങളെ, ദൈവം എന്ത് കണ്ടിട്ടാണ് ഗിദെയോനെ പരാക്രമശാലി എന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. കുറച്ചു കഴിഞ്ഞ് കർത്താവ് തന്നെ പറയുക, നിനക്ക് പേടിയുണ്ടെങ്കിൽ എന്ന്. എന്തുകൊണ്ട് ദൈവം ഗിദെയോനോട് പരാക്രമശാലി എന്ന് വിളിച്ച്? എന്തുകൊണ്ടാണ്? ആർക്കും ഇല്ലാത്തൊരു ഗുണം ഗിദെയോനിൽ ദൈവം കണ്ടു. ഹല്ലേലൂയ. ന്യായാധിപന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം എടുത്തേ.
അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്യനായ യോവാഷിന്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്ന് അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവിടെ വെച്ചാണ് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായിട്ട് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഉദാരക സന്ദർഭേ മിദ്യാന്യര് ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് അവരുടെ നന്മ മുഴുവൻ അടിച്ചോണ്ട് പോവുക ഈ ശത്രു. അങ്ങനെ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ തന്റെ നന്മ ഹല്ലേലൂയ എന്താ പറയാ മുന്തിരിച്ചക്കിനരികെ ഇരുന്ന് മെതിക്കുകയായിരുന്നു. ഹല്ലേലൂയ. He was threshing wheat by the wine press. Hallelujah. Oh Rico Rasi Calabrasia. എന്താണ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുക എന്നുള്ള സ്പിരിച്വൽ ഹല്ലേലൂയ മീനിങ് എന്താണ് ദൈവമക്കളെ? ഹല്ലേലൂയ. അവൻ ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ശത്രു നമ്മുടെ അടുത്ത് ഒന്നും നഷ്ടമാക്കി പോവാൻ ഇടവരത്തില്ല. എന്താ പറയാ മോഷ്ടിച്ചോണ്ട് പോവാൻ ഇടവരത്തില്ല. ഹല്ലേലൂയ. തന്റെ നന്മയെ നഷ്ടമാക്കാതെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു ഗിദെയോൻ. ഹല്ലേലൂയ. മനസ്സിലായോ ആരാണ് ഗിദെയോൻ എന്ന്? ദൈവം ഗിദെയോനിൽ കണ്ടതാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മുഴുവൻ വെറുവെറുക്കുകയും നിലവിളിക്കുകയും ചെയ്യാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് 7 വർഷം ഉണ്ടാക്കിയ ഞങ്ങളുടെ സമ്പത്തുകള്, ഞങ്ങളുടെ കൃഷിഫലം, ഞങ്ങളുടെ മൃഗഫലം, ഞങ്ങളുടെ നന്മകൾ മുഴുവൻ മിദ്യാന്യര് കൊണ്ടുപോവുക. അടുത്തവര് വാർന്ന് വന്നിരിക്കുക. ഹല്ലേലൂയ. ഓ ബാക്കിയുള്ളത് കൂടെ നഷ്ടപ്പെടുത്താനായിട്ട് അപ്പോൾ ഗിദെയോൻ ഓടിപ്പോയി. ഹല്ലേലൂയ. മുന്തിരിച്ചക്കിനരികെ ഇരുന്ന് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ഓ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച നന്മ ശത്രു കൊണ്ടുപോകാതെ സൂക്ഷിക്കേണ്ടത്, അത് വിശ്വസ്തയോടെ കാക്കേണ്ടത് ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഗിദെയോനിൽ ദൈവം അതാണ് കണ്ടത്. ഇസ്രായേൽ ജനത്തിന് ഹല്ലേലൂയ മറ്റുള്ള ജനം നഷ്ടപ്പെട്ടത് കണ്ട് അയ്യോ നിലവിളിക്കുമ്പോൾ ഗിദെയോൻ ചെയ്തത് അവൻ ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിലിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 7 വർഷം എല്ലാം മിദ്യാന്യര് കൊണ്ടുപോയി. അവസാനം ഉള്ളത് കൂടെ കൊണ്ടുപോകാൻ വീണ്ടും താഴെ വരികയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ ഇറങ്ങി യുദ്ധം ചെയ്യണമെന്ന് ഗിദെയോനോട്. പ്രാർത്ഥനയിൽ പോരാടി ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കുന്ന കുടുംബമാണോ? തനിക്കുള്ളതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു ദൈവവേദനാണോ? ഒരു ശത്രുവും നിന്റെ നന്മ കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം. വചനമെന്ന വാളെടുത്ത് ഹല്ലേലൂയ ഓ നമുക്കെതിരെയുള്ള ദുഷ്ടന്റെ പദ്ധതികൾ, അവന്റെ പോരുകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരായിരിക്കണം നമ്മള്. പേടിത്തൊണ്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല. ഹല്ലേലൂയ. ശത്രു നമ്മുടെ നന്മ കൊണ്ടുപോകാതെ, നമ്മുടെ കുടുംബത്തിന്റെ നന്മ കൊണ്ടുപോകാതെ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന നന്മകൾ സൂക്ഷിക്കേണ്ട ചുമതല നമുക്കാണ് ദൈവമക്കളെ. അങ്ങനെയുള്ള വിശ്വസ്തരെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അന്വേഷിക്കുന്നത്. അതിന് സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല. പൂർണ്ണമായി നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചില എബ്രായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വചനം പഠിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ പല പല സത്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിൽ ഒരു കാര്യം ഇതാണ്, യഹൂദന്മാര് അവരെന്ത് കാര്യം ചെയ്താലും നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ ഹല്ലേലൂയ അവർ എന്തൊരു കാര്യം ചെയ്താലും first thing they will surrender
നമ്മളൊരു വെള്ളം കുടിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോകുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണെങ്കിലും first they will surrender that thing to God. ദൈവത്തിന് അവരത് സറണ്ടർ ചെയ്യും. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് തന്നു, ഞാനിത് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഓ റീകോ റസികാലാബ്രാസ്യ. ഓ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവമക്കളെ, we are victorious. ഹല്ലേലൂയ. ഗിദെയോൻ കർത്താവിനോട് പറയാ, കർത്താവേ, അവിടെ 2 അടയാളം കൊടുക്കുന്നുണ്ട്. ദൈവം 2 പ്രാവശ്യം ഗിദെയോൻ അടയാളം കൊടുത്തു. നിന്നെ ഒറ്റ മനുഷ്യനെ പോലെ നിർത്തി ഞാൻ ഈ യുദ്ധം ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് പേടിയുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒരാളെയും കൂടി കൊണ്ടുപോകാനായിട്ട് അവിടെ പറയുന്നുണ്ട്. കുദാലാസേകോ റസികാലാബ്രാസ്യ 7:11 കുദാലാസേകോ റസിയ ഓ റിബെരേസി എന്തരാല ബശന്തരബേ ഖരോസിയ എന്തരാല ബശന്തരബേ ഉഡാരാ ദിഖേരബേ സെന്തരാല ബശന്തരലബേ കുദാരക ദിഗസ്യ ഓരഗബേ 7-9. ഹല്ലേലൂയ. ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ കർത്താവിന്റെ പദ്ധതി എന്താണ്? ഗിദെയോനെ കൊണ്ട് മിദ്യാനിയർ കൊണ്ടുപോയത് മുഴുവൻ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് പിടിച്ചെടുക്കുക, ആ യുദ്ധത്തെ ജയിപ്പിക്കുക. ഇവിടെ കർത്താവ് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. only thing is that ഇവര് ദൈവത്തിന് സറണ്ടർ ചെയ്ത് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സൈന്യ ബലത്താൽ, ഹല്ലേലൂയ, നമ്മൾ താഴോട്ട് വരുന്നുണ്ട്, ധ്യാനിച്ച് വരുന്നുണ്ട്. ഹല്ലേലൂയ. അവരുടെ എല്ലാം എന്താ പറയാ, അവർ വരുമ്പോൾ ഈ ശത്രു സൈന്യത്തെ കണ്ട് അവർ ഭയന്ന് നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഗിദെയോനെ, നീ ഇറങ്ങി ചെല്ലണം, നീ പാളയത്തിൽ ഇറങ്ങി ചെല്ലണം. നിന്റെ ഭയമെല്ലാം, നിനക്ക് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നീ എന്താ പറയാ, പൂർണ്ണ പറഞ്ഞ ആ വ്യക്തിയും കൂടി കൂട്ടിക്കോ. ഹല്ലേലൂയ. ഓ റീകോ റസികാലാബ്രാസ്യ. ഗിദെയോൻ പേടിക്കാൻ കുറെ കാരണങ്ങളുണ്ട് ദൈവമക്കളെ. ആ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാം. വെട്ടുക്കിളിയെ പോലെ ഒരു വലിയ സൈന്യം പോലെ ഇങ്ങനെ ജനം, നമുക്കറിയാം വെട്ടുക്കിളി എങ്ങനെയാ വരുന്നത്. ഇത് ഭയങ്കര ഗ്രൂപ്പായിട്ടാണ് ഈ കൃഷി സ്ഥലങ്ങളില്, കൃഷി നടക്കുന്ന ആ വയലുകളിൽ ഇറങ്ങി ഒറ്റയടിക്ക് ഇത് ഗ്രൂപ്പായിട്ട് വന്ന് ഒറ്റയടിക്ക് നശിപ്പിച്ചിട്ട് പോകുന്ന വെട്ടിക്കിളി പോലെയാണ്. ഹല്ലേലൂയ. അത് 7-ാം അധ്യായത്തിന്റെ 12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. നോക്കണേ, അവിടെ ശത്രുവിന്റെ ഹല്ലേലൂയ ആ ഒരു പവറിനെ കുറിച്ച് അവിടെ കാണിക്കുകയാണ്. അത്രയും വലിയൊരു വെട്ടുക്കിളി നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, അല്ലെ? ഹല്ലേലൂയ. കാലാബ ഷാകാലാബ. നമുക്കറിയാം, ഈ മഴ സമയം ഈയല് പോലെ കുറെ സാധനം വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കൂട്ടത്തോടെ വരും. അതിനെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അതിങ്ങനെ ഗ്രൂപ്പായിട്ട് വരും. ആ ഒരു അറ്റ്മോസ്ഫിയർ കഴിയുമ്പോൾ അതങ്ങ് മാറും. ഇത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്ന് ഇവരുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഈ വെട്ടുക്കിളി പോലെ ഒരു വലിയ സൈന്യം താഴ്വരയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. കാലാബ ഷേക്കോ റസികാലാബ. താഴ്വരയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ദൈവം that same night, God speaks in the night. Hallelujah. ദൈവം അവരുടെ ആ ഡാർക്കസ്റ്റ് സിറ്റുവേഷൻ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് ദൈവം അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. Hallelujah. To fight against the enemy. Hallelujah. നമ്മൾ യെരമ്യാ പ്രവചനം 51:4 നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ സമയം പോകുന്നു, അതുകൊണ്ട് സ്പീഡിൽ പറയുക. അവിടെ നമുക്ക് പറയാം 51:4 ഞാൻ എടുത്തോട്ടെ. യെരമ്യാ പ്രവചനം യെരമ്യാവ് 51:4 കുദാരെ സീകോ റസികാബ. അതിന്റെ വീതികളിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവരും വീഴും. അല്ല, ആക്ച്വലി
അവിടെ ആ വചനം ഞാൻ പറയാം, ഇത് ഏതാന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ വചനം ഏതാന്ന് ഞാൻ ഇപ്പൊ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും ഹല്ലേലൂയ വെട്ടിക്കിളി പോലെ ജനം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുള്ളൊരു വചനമാണ്. അത് 51:14 തോന്നുന്നു. 14 ഇപ്പൊ വായിച്ചേ. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. മനുഷ്യനെ കൊണ്ട് നിന്നെ നിറയ്ക്കും, അവൻ നിന്റെ നേരെ ആർപ്പിടും എന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. യെസ് യെസ്, ഹല്ലേലൂയ. വെട്ടിക്കിളി പോലെ ഹല്ലേലൂയ. ഓ റിക്കോ റസികാലാബ്രസ്യ. ഓ ദുഷ്ട സൈന്യം വളഞ്ഞാലും യഹോവ നമുക്ക് വേണ്ടി ഇറങ്ങി അവിടെ യുദ്ധം ചെയ്യും ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടെ ശത്രുവിന്റെ കൂട്ടത്തിലെ 3 കൂട്ടർ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മിദ്യാന്യരാണ്, ഒന്ന് കിഴക്കേ ദേശക്കാരാണ്, ഒന്ന് അസീറിയ പർവ്വതക്കാരാണ്. ഈ 3 കൂട്ടരാണ്. അതിൽ ഞാനത് വേഗം പറഞ്ഞു പോകും. അവിടെ ആദ്യം 22,000 ആൾക്കാരെയാണ് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് അവിടെ ഇറക്കാൻ നോക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഗിദെയോനെ ഇത്രയും ആൾബലമൊന്നും നമുക്ക് വേണ്ട, ഹല്ലേലൂയ, ഇതിലും ആൾക്കാരെ കുറയ്ക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഓ റിക്കോ റസികാലാബ്രസ്യ. ദൈവമക്കളെ, ഒരു പ്രതികൂലം വരുമ്പോൾ നമുക്കെതിരെ ശക്തമായി ശത്രു നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ശക്തമായി ആരാധിക്കുകയും ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളാണ് ഹല്ലേലൂയ ശക്തന്മാരായ ഹല്ലേലൂയ മൈറ്റി വാരിയേഴ്സ്. ഹല്ലേലൂയ. അവരിറങ്ങി യുദ്ധം ചെയ്യുമ്പോഴാണ് അവിടെ യുദ്ധത്തിന് ജയമുണ്ടാകുന്നത്. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നുണ്ട് 2 കൂട്ടരായിട്ട് ഇവരെ തിരിക്കുവാൻ. ഒരു കൂട്ടര് കമഴ്ന്ന വെള്ളം കുടിക്കുന്നവരെ ഒരു ഭാഗത്തും, പിന്നെ കമന്ന് കിടന്ന വെള്ളം കോരി കുടിക്കുന്നവരും അല്ലാതെ കുനിഞ്ഞു കോരി കുടിക്കുന്നവരുമായിട്ട് തിരിക്കാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് കർത്താവ് പറയുന്നുണ്ട് 300 പേരെയാണ്, പേടിയില്ലാത്തവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 300 പേരെയാണ് അവിടെ നമുക്ക് കാണുന്നത്. അങ്ങനെ അഭിഷേകം ഉള്ളവരെ ഹല്ലേലൂയ യുദ്ധത്തിന് കർത്താവിന് ആവശ്യമാണ്. കുദാലക സന്ദർഭേ നമ്മൾ നോക്കുമ്പോ കുറെ നമ്പേഴ്സ്, ഒത്തിരി ജനമുണ്ടായിട്ടോ ആൾബലമുണ്ടായിട്ടോ, അതാണ് വചനം പറഞ്ഞ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ നമ്മൾ ഓരോ യുദ്ധം ജയിക്കുന്നത്. ഉദാഹരണ ഓ ഗിദെയോൻ പറയുമ്പോ ഗിദെയോൻ കർത്താവിനോട്, കർത്താവേ വാളില്ല ഒന്നുമില്ല, എങ്ങനാ യുദ്ധത്തിന് ഇറങ്ങുന്നേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ ഓ 300 പേരെ മതി. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ ഹല്ലേലൂയ എന്താ പറയുക, ഒരു കുടത്തിനകത്ത് തീയും ഹല്ലേലൂയ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു. ഹല്ലേലൂയ. യുദ്ധത്തിന് അവരെടുത്തിരുന്ന വാള്. ഹല്ലേലൂയ. യുദ്ധം ജയിക്കണമെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവരെടുത്ത ആയുധം കുടത്തിനകത്ത് തീയുമായിട്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. അവർ വാളെടുത്തിട്ടില്ല. ഹല്ലേലൂയ. എന്താണ് അത് കാണിക്കുന്നത്? ഹല്ലേലൂയ നമ്മുടെ പുറമെയാകുന്ന ജഡം ഒടയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന അഗ്നി തീ പുറത്തു വന്ന് ശക്തിയോടെ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനെന്നുള്ള ഭാഗം, സെൽഫ് എല്ലാം ഞാനാണെന്നുള്ള ഭാവം, നമ്മുടെ ജഡിക സ്വഭാവങ്ങൾ, നമ്മുടെ സെൽഫിഷ്നെസ്, ഹല്ലേലൂയ ദൈവത്തിന് സറണ്ടർ ചെയ്യാത്ത ജീവിതം, അതെല്ലാം നമ്മൾ മാറ്റിവെക്കണം. അതാണ് നമ്മുടെ കുടം ഉടയണം. കുടം ഉടച്ചപ്പോൾ ആ തീ അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. ശത്രു സൈന്യം നോക്കണമേ, അവിടെ ശത്രുക്കൾ തമ്മിൽ യുദ്ധം ചെയ്ത് അവർ വീഴുവാനിടയായി. ഇസ്രായേലി ജനം ജയിക്കുവാനിടയായി. അങ്ങനെ ഗിദെയോനിലൂടെ സ്വർഗത്തിലെ കർത്താവ് അവിടെ ഒരു വലിയ ജയം കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം അതാണ്. കുദാലകദികസ്യ നമ്മുടെ പുറമേ ഉള്ള ഹല്ലേലൂയ ബോഡി, ഹല്ലേലൂയ ജഡം ഉടച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ദൈവം ഹല്ലേലൂയ നിറച്ചിരിക്കുന്ന അഗ്നി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മുടെ രാഗമോഹങ്ങളെ ഇടിക്കണം. ഹല്ലേലൂയ. ഓ ജഡത്തെ ഇടിക്കുന്തോറും ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കും. നമ്മുടെ ഉള്ളിലെ ഇന്നർ മാനെ നമ്മൾ ശക്തിപ്പെടുത്തുന്നോറും നമ്മൾ മൈറ്റി വാരിയേഴ്സ് ആണ് ദൈവമക്കളെ. ഓരോ ദിവസവും നമ്മൾ ഈ ജഡത്തെ ജയിക്കുവാണെങ്കിൽ we are more than mighty warriors, we are victorious. നമുക്ക് ഓരോ യുദ്ധവും നമുക്ക് ജയിക്കാൻ കഴിയും. നമ്മെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ഒരു പ്രതികൂലത്തിന് കഴിയത്തില്ല. ഉദാഹരണ
ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്തെടുക്കാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു സീ മിറക്കിൾസ്. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളിലൂടെ നിങ്ങൾ അത്ഭുതം കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുറെ ഹാലാബ ഷേക്കോ റസ്യ ഡിസയേഴ്സ് ഉണ്ട്. ഈ ലോകത്തോടുള്ള ചില റീകോ റസ്യ ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് തൊലിച്ച് ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ. ഗിദെയോനോട് കൂട്ടരോട് പറഞ്ഞതുപോലെ ആ കുടം ഉടച്ചാൽ ഹല്ലേലൂയ അകത്തുനിന്ന് തീ ആളിക്കത്തും. ആ തീക്ക് മുന്നിൽ ഒരു ശത്രുവിനെ നീക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ആ തീ ഇറങ്ങട്ടെ ഇപ്പോൾ. ഞങ്ങളെല്ലാം ഇന്ന് രാവിലെ കർത്താവ് തന്ന ദൂത് പോലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങട്ടെ കർത്താവേ. അനേകർ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളാൽ സൈനൽ വണ്ടേഴ്സായി ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് തീർക്കുവാൻ ഞങ്ങളെ തന്നെ അപ്പന്റെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വചനം കേട്ട് എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കിട്ടുന്നവയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് ഓടിച്ചു വെച്ച് യേശു ക്രിസ്തുവിന്റെ ആദ്യ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.